ടീച്ചറെ, എനിക്കൊരു കാര്യം പറഞ്ഞു തരാവോ? ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം പഴയ നിയമത്തിന് എന്ത് പ്രാധാന്യമാണുള്ളത്? ലോകത്തിന്റെ സൃഷ്ടാവും മനുഷ്യവർഗത്തിന്റെ നായകനും ഉപദേശകനും എന്ന നിലയിലും പഴയ നിയമത്തിൽ ദൈവം തന്നെ വെളിപ്പെടുത്തുന്നു. വിശ്വാസത്തെക്കുറിച്ചുള്ള പഠനത്തിന്റെ മഹത്തായ ചരിത്രം പഴയ നിയമത്തിൽ തുടങ്ങുന്നു. ആ പഠനം പുതിയ നിയമത്തിൽ ഒരു നിർണായക വഴിത്തിരിവിലേക്ക് എത്തുന്നു. ലോകാവസാനത്തോടും ക്രിസ്തുവിന്റെ രണ്ടാം വരവോടും കൂടെ അതിന്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നു. പഴയ നിയമത്തിലെ പുസ്തകങ്ങളിൽ പ്രാർത്ഥനകളുടെയും ജ്ഞാനത്തിന്റെയും പകരം വയ്ക്കാനാവാത്ത നിക്ഷേപം നാം കാണുന്നു. പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങൾ സഭയുടെ അനുദിന പ്രാർത്ഥനയുടെ ഭാഗമാണത്. പഴയ നിയമത്തെ കൂടാതെ യേശുവിനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ദൈവം നമ്മോട് പറയാൻ ആഗ്രഹിച്ചതെല്ലാം യേശുവാണ്. പഴയ നിയമം മുഴുവനും ദൈവപുത്രന്റെ മനുഷ്യാവതാരത്തിനുള്ള തയ്യാറെടുപ്പാണ്. ദൈവത്തിന്റെ എല്ലാ വാഗ്ദാനങ്ങളും യേശുവിൽ പൂർത്തിയാകുന്നു. ടീച്ചറെ, അപ്പോ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം പുതിയ നിയമത്തിന് എന്ത് പ്രാധാന്യമാണുള്ളത്? ഒരു ക്രിസ്ത്യാനി ആയിരിക്കുക എന്നതിൻ്റെ അർത്ഥം ക്രിസ്തുവിൻ്റെ ജീവിതത്തോട് കൂടുതൽ ആഴത്തിൽ ഐക്യപ്പെട്ടിരിക്കുക എന്നതാണ്. അങ്ങനെ ചെയ്യാൻ സുവിശേഷം വായിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും വേണം. പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ വെളിപാട് പൂർണ്ണമാകുന്നു. വിശുദ്ധന്മാരായ മത്തായി, മാർക്കോസ്, ലൂക്ക, യോഹന്നാൻ എന്നിവരുടെ 4 സുവിശേഷങ്ങൾ വിശുദ്ധ ലിഖിതങ്ങളുടെ കേന്ദ്രമായും സഭയുടെ ഏറ്റവും വിലപ്പെട്ട നിധിയുമായി നിലകൊള്ളുന്നു. അവയിൽ ദൈവപുത്രൻ താൻ ആയിരിക്കുന്നത് പോലെ സ്വയം വെളിപ്പെടുത്തുകയും നമ്മെ കണ്ടുമുട്ടുകയും ചെയ്യുന്നു. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ സഭയുടെ ആരംഭത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമാണ് നാം പഠിക്കുന്നത്. വെളിപാടിന്റെ പുസ്തകത്തിൽ യുഗങ്ങളുടെ അവസാനം നാം മുൻകൂട്ടി കാണുന്നു. പുതിയ കാലഘട്ടത്തിൽ പുതിയ മാനുഷിക പശ്ചാത്തലങ്ങളിൽ നമ്മുടെ ജീവിതം പുതിയതായി തുടങ്ങുന്നതിന് നമ്മിൽ ശരീരം ധരിക്കുകയും നമ്മളിൽ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ദിവ്യവചനം സുവിശേഷങ്ങളിൽ ഉണ്ടെന്ന് ചിന്തിക്കുകയും വേണം.